ഹലോ മക്കളെ, +2 ലാബ് മെയിൻ എക്സാമിന് വേണ്ടി വളരെ ചെറിയ ദിവസം മാത്രമാണ് ബാക്കിയുള്ളൂ. ഈ നിമിഷം എല്ലാ സ്കൂൾസിലും തന്നെ ലാബിന്റെ മോഡൽ എക്സാം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ കാണുന്ന വീഡിയോ ചിത്രം മാത്രമാണ്. നിങ്ങളെ ലാബിനെ പറ്റി എന്തെല്ലാം അറിയണം, എന്തൊക്കെയാണ് ലാബിനെ പറ്റി ഏതൊരു കുട്ടിയും അറിഞ്ഞിരിക്കേണ്ടത്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണ് ഈ കാണുന്ന വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഒരു ലാബ് ക്വസ്റ്റ്യൻ, നമുക്ക് ലാബ് മാനുവൽ ഉണ്ട്. ലാബ് മാനുവൽ മാതിരിയല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. കൃത്യമായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും ലാബ് 1ന്റെ. സോ നമുക്ക് നേരെ തന്നെ ഈ കാണുന്ന വീഡിയോയിലേക്ക് പോകാം. ഇതിനു മുമ്പ് തന്നെ ഒരു കാര്യം പറയുന്നു, നിങ്ങൾക്ക് 2 ടൈപ്സ്, അത് +1ലെയും ലാബ് ഉണ്ട്, +2ലെയും ചാപ്റ്റേഴ്സിന്റെ ലാബ് ഉണ്ട്. ഈ പറയുന്ന 2 ലാബിൽ നിന്നായി മൊത്തമായിട്ട് നിങ്ങൾക്ക് 6 ചോദ്യമായിരിക്കും എക്സാമിന് ഉണ്ടാവുക. 6 ക്വസ്റ്റ്യൻസ്, 6 എണ്ണം. നിങ്ങൾ 6 എണ്ണവും ആൻസർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടത് എനി 4 ആണ്. 6ലെ ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. 4 എണ്ണം. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ 4 ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് 4 എണ്ണം ഇഷ്ടമുള്ളത് പറയുമ്പോൾ എന്താണ് ഒരു ചെറിയ മാറ്റമുണ്ട്. ഈ 4 ക്വസ്റ്റ്യനിലെ ഒരു ക്വസ്റ്റ്യൻ +1ന്റെയും ഒരു ക്വസ്റ്റ്യൻ +2ന്റെയും നിർബന്ധമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണം. ഓക്കെ, ഒരെണ്ണം +1 വരയ്ക്കണം, ഒരെണ്ണം +2 വരയ്ക്കണം. പിന്നെ ഇനിയും എന്താണ് 2 ലാബ് ബാക്കിയുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കി 2 എണ്ണവും +2 ചെയ്യാം, അല്ലെങ്കിൽ ബാക്കി 2 എന്താണ് +1 ചെയ്യാം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു +1ഉം ഒരു +2ഉം എല്ലാ കുട്ടിയും ചെയ്തിരിക്കണം. ഇതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഓരോ ലാബിന്റെയും മാർക്ക് എന്ന് പറയുന്നത് 8 മാർക്ക് വെച്ച്. ഓക്കെ, 8 മാർക്ക് വെച്ച് മൊത്തം 4 ലാബ് ഉണ്ട് മക്കളെ. സോ ടോട്ടലി ഈ പറയുന്ന പ്രാക്ടിക്കൽ നിങ്ങൾക്ക് 32 മാർക്ക് കിട്ടും. ഇതിന് പുറമെ ഒബ്സർവേഷൻ ബുക്ക്, നിങ്ങൾക്ക് ഒരു ബുക്ക് ഉണ്ടല്ലോ, നിങ്ങളുടെ ലാബ് റെക്കോർഡ്. ഈ കാണുന്ന റെക്കോർഡിന് ഒരു 4 മാർക്കും പിന്നെ അവസാനമായിട്ട് 4 മാർക്ക് നിങ്ങളുടെ വൈവയ്ക്കും. സോ ടോട്ടലി 40 മാർക്കിലേക്ക് നിങ്ങളുടെ ലാബ് എക്സാം ഉണ്ടാവും. ഇതാണ് ലാബ് എക്സാമിനെ പറ്റിയൊരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇത്തരത്തിലായിരിക്കും. നമ്മൾക്ക് നേരെ തന്നെ ഒരു ലാബിലേക്ക് പോകാം. എങ്ങനെയാണ് നിങ്ങൾ ലാബ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് നോക്കാം. എല്ലാവരും പഠിച്ചുകൊണ്ട് നമ്മുടെ സ്കൂൾസിനകത്ത് എടുത്ത അതേ എക്സ്പെരിമെന്റ് പഠിച്ചുകൊണ്ട് പോവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 4 എണ്ണം ചെയ്യുക. സ്കൂൾസിൽ എന്തായാലും നിങ്ങൾക്ക് സെറ്റ് ഓഫ് ലാബ്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. എന്തായാലും എല്ലാ സ്കൂൾസും എന്താണ് ഒരു സെറ്റ് പറഞ്ഞിട്ടുണ്ടാവും, ഇത്ര ലാബ് പഠിച്ചുകൊണ്ട് വരണം. ആ കാണുന്ന ലാബ് മാത്രം പഠിച്ചുകൊണ്ട് പോകുക. ലാബ് ഒരുപാട് ലാബ്സ് ഉണ്ട്, എല്ലാം പഠിക്കണ്ട. മോസ്റ്റ്ലി പല സ്കൂൾസിലും പല തന്നെയാണ്. എന്നാൽ തന്നെ ലാബ് 1, ലാബ് 2, ലാബ് 3, ലാബ് 4 ഒക്കെ കോമൺ ആണ് എല്ലാ സ്കൂൾസിലും. നിങ്ങൾ ആ കാണുന്ന ലാബ്സ് എല്ലാം പഠിച്ചുകൊണ്ട് പോകുക. നിങ്ങൾക്ക് സാധ്യത എന്താണ്, നിങ്ങൾക്ക് ഒരു 6 ലാബ് തരും, ഇഷ്ടമുള്ള 4 ലാബ് ചെയ്യുക. എക്സാംസ് എല്ലാവരും ഗംഭീരമായിട്ട് എഴുതും. നമ്മൾ നേരത്തെ ഇതാ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, 2023 ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ഒരു ചോദ്യത്തിലേക്ക് പോകാം. നമ്മളിതാ 2023 ചോദ്യ പേപ്പറിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ലാബ് 1ന്റെ ചോദ്യം, വാല്യൂ ഓഫ് ഫങ്ഷൻസ് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. എല്ലാവരും ഓരോ സ്റ്റേറ്റ്മെന്റ് വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ എല്ലാതും ഗിവൺ ആണ്. നമുക്ക് ഈ കാണുന്ന ഗിവൺ സംഭവങ്ങളെല്ലാം തന്നെ നമ്മൾ എന്താണ് ജിയോജബ്ര വരയ്ക്കാൻ വേണ്ടി പോകുന്നു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നോക്കൂ മക്കളെ, ഫോളോയിങ് ദി ഡയറക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജബ്ര അപ്ലെറ്റ്. ഇതാണ് സംഭവം. നമുക്ക് എന്താണ് ഒരു ജിയോജബ്ര അപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി എല്ലാവരും നോക്കൂ. ഇവിടെ ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ f(x) = ക്യൂബിക് റൂട്ട് ഓഫ് x. ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അതിനുവേണ്ടി എന്താ വലത്തെ ഭാഗത്ത് കാണാൻ പറ്റും, ഗീവ് ദി ഇൻപുട്ട് f(x) = x⁻⁴. x⁻⁴ എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് ആണ് നിങ്ങളുടെ അടുത്ത് നൽകാൻ വേണ്ടി പറയുന്നത്. സോ എല്ലാം എന്താണ് നമുക്ക് അവിടെ തന്നെ ഉണ്ട്. ഏതൊരു കുട്ടിക്കും ആ കാണുന്ന സ്റ്റേറ്റ്മെന്റ് വായിച്ച് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ പറയുന്ന സ്റ്റെപ്സ് നമ്മുടെ 1ാമത്തെ ക്വസ്റ്റ്യൻ 1, 2, 3, 4, 5 സ്റ്റെപ്സ് കാണാൻ പറ്റും. ഈ കാണുന്ന 5 സ്റ്റെപ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് മക്കളെ 3 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ നേരെ തന്നെ എന്താണ് ജിയോജബ്രയ്ക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ ജിയോജബ്ര ടാബ്. നമുക്ക് ആവശ്യം മനസ്സിലായി. x⁻⁴ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇത് നമുക്ക് ഇൻപുട്ട് ബോക്സിൽ ഞാൻ പോകുന്നു. x⁻⁴ ആണ് ആവശ്യം. സോ 1/3 കണ്ടോ, അബദ്ധം പറ്റി. എന്താ ബ്രാക്കറ്റ് ഇട്ടില്ല. സോ എല്ലാവരും നിർബന്ധമായിട്ട് പാലിക്കേണ്ടതാണ് എന്ത്, ബ്രാക്കറ്റ് ഇടണം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഫംഗ്ഷന്റെ ഗ്രാഫ് അപ്പാടെ മാറിപ്പോവും. ഇതാ മക്കളെ ഞാൻ ബ്രാക്കറ്റ് ഇടുന്നു. x⁻⁴ ഇതാ ബ്രാക്കറ്റ് ഇട്ടു. സോ ഇപ്പൊ നമുക്ക് ഗ്രാഫ് കിട്ടി. x⁻⁴ ഗ്രാഫ് കിട്ടിയപ്പോൾ നമുക്കൊരു പാഠം കിട്ടി. എന്താണ്, പവർ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഒരു ഫ്രാക്ഷൻ പോലെ പവർ വന്നു നമുക്ക് എന്താണ് അവിടെ അത് ബ്രാക്കറ്റിന് അകത്ത് തന്നെ ഇടണം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ജിയോജബ്ര റീഡ് ചെയ്യില്ല. മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അടുത്തേക്ക് പോകുന്നു. അപ്പൊ 1ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, എൻട്രി കൊടുത്തു, ഫംഗ്ഷൻ വന്നു കഴിഞ്ഞു. ക്രിയേറ്റ് എ സ്ലൈഡർ എ വിത്ത് മിനിമം -10, മാക്സിമം 10 ആൻഡ് ഇൻക്രിമെന്റ് 0.1. അപ്പൊ നമുക്ക് എന്താ ഒരു സ്ലൈഡർ ഉണ്ടാക്കണം. സ്ലൈഡർ എല്ലാവർക്കും എന്താ അറിയാം, ഇതാണ് നമ്മുടെ സ്ലൈഡർ ഓപ്ഷൻ. കണ്ടോ, സ്ലൈഡർ ഓപ്ഷൻ വന്നു, ക്ലിക്ക് ചെയ്തു. നമുക്ക് എന്താണ് സ്ലൈഡർ ഇവിടെ പൊസിഷൻ ചെയ്യാം. ഒന്ന് അമർത്തി നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ലൈഡർ ഇവിടെ വന്നിട്ടുണ്ട്. സ്ലൈഡർ എ എന്നാണ് പേരിടേണ്ട ആവശ്യം. ഇതാ എ തന്നെയാണ് ഓൾറെഡി വരുന്ന പേര്. കഴിഞ്ഞു. മിനിമം എത്ര മക്കളെ -10. ഞാൻ എന്ത് ചെയ്തു, -10 മിനിമം ആക്കി. മാക്സിമം എത്രയാ, മാക്സിമം 10 ആണെന്ന് അറിയാം. ഇതാ നേരത്തെ തന്നെ 10ലേക്ക് പോയി.
ഇൻക്രിമെന്റോ ഇൻക്രിമെന്റ് 0.1 എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇൻക്രിമെന്റ് 0.01 അഥവാ 0.1 ആണ് വരുന്നത്. ഇതാ 0.1 കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇതാണ് നമ്മുടെ സ്ലൈഡർ. നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ ഇതാ സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്തു. ഇൻക്രിമെന്റ് 0.1 അഥവാ 0.1 നമ്മൾ അവസാനിപ്പിച്ചു. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, പ്ലോട്ട് ദി പോയിന്റ്സ് A0, B, A, F of A and C 0, F of A. നമ്മൾ ഈ കാണുന്ന 3 പോയിന്റ് പ്ലോട്ട് ചെയ്യണം. നേരത്തെ നമ്മൾ ഇത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. എനിക്ക് ആദ്യത്തെ പോയിന്റ് എ ആണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് A = എന്ന് പറഞ്ഞ് അടിക്കാം. അല്ലെങ്കിൽ എന്താണ് ആദ്യത്തെ പോയിന്റ് ജിയോജിബ്ര റീഡ് ചെയ്യുന്നത് A എന്ന് പറഞ്ഞ പോയിന്റ് ആയിട്ട് തന്നെയാണ്. നിങ്ങളത് A,0 എന്ന് ടൈപ്പ് ചെയ്താലും നേരെ വരാൻ വേണ്ടി പോകുന്ന മക്കളെ A എന്ന് പറഞ്ഞ പോയിന്റ്. നമ്മൾ നേരെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആദ്യത്തിൽ പേര് എഴുതുന്നില്ല, A,0 എന്ന് എഴുതി. ഫസ്റ്റ് പോയിന്റ് ആയതുകൊണ്ട് ജിയോജിബ്ര അത് A എന്ന് പറഞ്ഞ പോയിന്റ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് നോക്കിയേ. കണ്ടോ, ഇവിടെ A എന്ന് പറഞ്ഞ പോയിന്റ് ആയിട്ട് വന്നു കഴിഞ്ഞു. ഇതാണ് എന്റെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് നമുക്കറിയാം, അത് A, F of A ആണ് എന്റെ B എന്ന് പറഞ്ഞ പോയിന്റ്. B എന്ന് പറഞ്ഞ പോയിന്റ് വേണ്ടി നമ്മൾ B = എഴുതുന്നു. B, capital B = the point is A, F of A, A, F bracket A. എൻ്റർ കൊടുത്തു. ഇതാണ് എന്റെ B എന്ന് പറഞ്ഞ പോയിന്റ്. നമുക്ക് C ആവശ്യമുണ്ട് മക്കളെ. ഞാൻ നേരെ C എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു, 0, F of A ആണ്. നേരെ പോയിട്ട് C = capture of C = 0, F of A, F9 അല്ല, F of A. That's it. എൻ്റർ ചെയ്തു. ഇതാണ് നമ്മുടെ A, B, C എന്ന് പറഞ്ഞ പോയിന്റ്സ്. 3 പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നു. ഡ്രോ ദി ലൈൻ സെഗ്മെന്റ്സ് AB and BC. ലൈൻ സെഗ്മെന്റ് AB-യും BC-യും വരയ്ക്കാൻ വേണ്ടി പറയുന്നു. നമുക്കറിയാം ലൈൻ സെഗ്മെന്റ് റൂൾ. നമുക്ക് നോക്കിയേ, ലൈൻ കണ്ടോ, നമുക്ക് ഇതിനകത്ത് എന്താണ് ലൈൻ എന്ന ടൂൾ ഉണ്ട്. നമ്മൾ അതിൽ എന്താണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് രണ്ടാമത്തെ സെഗ്മെന്റ് ആണ്. സെഗ്മെന്റ് കൊടുത്തു. ലൈൻ സെഗ്മെന്റ് AB-യും BC-യും ആണ് ആവശ്യം. നോക്കിയേ, എയിൽ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എന്താ AB അല്ല വേണ്ടേ, ബിയിൽ ക്ലിക്ക് ചെയ്തു മക്കളെ. ഇതാ AB എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ് കിട്ടി. അടുത്ത BC ആണ് ആവശ്യം. ബിയിൽ അമർത്തി ക്ലിക്ക് ചെയ്തു. അടുത്ത എന്താണ്, സിയിൽ ക്ലിക്ക് ചെയ്തു. നമുക്ക് ഇതാ BC ലഭിച്ചു. ഇപ്പോൾ നമുക്ക് AB എന്നുള്ള ലൈൻ സെഗ്മെന്റും BC എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റും ലഭിച്ചു കഴിഞ്ഞു. നമ്മൾ നേരത്തെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യം എന്താണ്, ഇനി ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സസ് ഫോർ F and A. എന്റെ ഫംഗ്ഷൻ F-നും അതുപോലെ തന്നെ സ്ലൈഡർ ഉണ്ടല്ലോ A, അതിനു വേണ്ടി നമ്മളൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും സ്ലൈഡർ ഇവിടെ കിട്ടിയത് ഈ കാണുന്ന സെക്കൻഡ് ലാസ്റ്റ് ബോക്സ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ആരോയിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്, ഇൻപുട്ട് ബോക്സ് ആണ്. അതിലേക്ക് പോയി ഇതെല്ലാം നമ്മൾ വിശദമായിട്ടെന്നാണ് ലാബ് 0-ൽ പഠിക്കുന്നതാണ്. ലാബ് 0-ൽ എല്ലാ ടൂൾസും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാനത് ഇൻപുട്ട് ബോക്സ് കൊടുത്തു. ആദ്യത്തെ ഇൻപുട്ട് ബോക്സ് ഫംഗ്ഷന്റെ ബോക്സ് ആണ്. ഞാനതിനെ F എന്നാണ് പേരിട്ടിരുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിനെ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഫംഗ്ഷന്റെ ഇൻപുട്ട് ബോക്സ് അല്ലേ, ഞാൻ ഫംഗ്ഷൻ എന്ന് വിളിച്ചു. ഇത് ലിങ്ക് ചെയ്യുന്നത് നമ്മുടെ ഫംഗ്ഷനാണ്, മറ്റാരുമല്ല. എന്റെ ഫംഗ്ഷൻ F of X = x⁻⁴ ആണ്. അത് കൊടുത്തു മക്കളെ. ഇതാ ഓക്കെ എന്ന് കൊടുത്തു. എന്റെ ഒന്നാമത്തെ ഇൻപുട്ട് ബോക്സ് വന്നു. രണ്ടാമത്തെ ഇൻപുട്ട് ബോക്സ് എന്ന് പറയുന്നത് എനിക്ക് എന്റെ A, വിച്ച് മീൻസ് ഈ കാണുന്ന സ്ലൈഡറിന്റെ ഇൻപുട്ട് ബോക്സ് ആണ് വേണ്ടത്. അത് കറസ്പോണ്ട് എനിക്ക് എന്റെ ഫംഗ്ഷന്റെ വാല്യൂ ആണ് നൽകാൻ വേണ്ടി പോകുന്നത്. പോയിന്റ് ആണ് നൽകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് വേണമെങ്കിൽ അതിന് വാല്യൂ എന്ന് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ പോയിന്റോ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ. വാല്യൂ ലിങ്ക് ചെയ്യുന്ന ഒബ്ജക്റ്റ് നമുക്കളെ അത് എന്റെ A, എന്റെ സ്ലൈഡറാണ് ലിങ്ക് ചെയ്യുന്നത്. ഞാൻ എന്താ സ്ലൈഡറിനെ ലിങ്ക് ചെയ്യിപ്പിച്ചു, ഓക്കെ കൊടുത്തു. ഇതാണ് നമ്മുടെ ജിയോജിബ്ര അപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഈ കാണുന്ന എല്ലാ സ്റ്റെപ്പും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇത്രയാണ് നിങ്ങൾ ജിയോജിബ്ര അപ്ലെറ്റിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞാൽ, ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ എല്ലാവരും എന്താണ് നിങ്ങളുടെ ടീച്ചറെ വിളിക്കുക. ടീച്ചറെ വിളിച്ചെന്താണ് ഈ കാണുന്ന ചെയ്ത എല്ലാ സ്റ്റെപ്സും കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും 3 മാർക്ക്. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഇതൊരിക്കലും നമുക്ക് എന്താണ് ലാബിൽ ഇങ്ങനെ ചെയ്ത് കാണിക്കുക മാത്രമല്ല, നമുക്ക് എന്താ ആൻസർ ഷീറ്റും കൂടി ആവശ്യമുണ്ട്. ഉത്തരക്കടലാസിൽ എഴുതി വെക്കണം അപ്ലെറ്റ് ക്രിയേറ്റഡ്. കഴിഞ്ഞു, അതിന്റെ മാർക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്താണ്, പിന്നെ നമുക്ക് ഓരോ ചോദ്യവും ചെയ്യണം. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. യൂസിങ് above applet ഫൈൻഡ് ദി വാല്യൂ ഓഫ്. ഈ പറയുന്ന 1, 2, 3 ഉണ്ട്. ഇതിലത്തെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് നമുക്ക് ചോദ്യമായിട്ട് വരുന്നത്. മക്കളെ, ക്യൂബിക് റൂട്ട് ഓഫ് 4 ഇതാണ് എന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നേരെ തന്നെ പോയിട്ട് വാല്യൂ ആണ് ആവശ്യം. ഈ കാണുന്ന സ്ലൈഡർ മാറ്റുമ്പോഴാണ് നമുക്ക് വാല്യൂസ് മാറുന്നത്. ഞാൻ നേരെ പോയിട്ട് എന്താണ് ഇതിൽ വാല്യൂ കൊടുത്തു. നമുക്ക് ക്യൂബിക് റൂട്ട് ഓഫ് 4 ആണ് ആവശ്യം. ഞാനത് അവിടെ 4 കൊടുത്തു, എൻ്റർ ചെയ്തു. ഇതാണ് നമുക്ക് ഇതിന്റെ വാല്യൂ വരുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിച്ചിരുന്നു
ഈ കാണുന്ന ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്റെ പോയിന്റ് ബി ഉണ്ടല്ലോ, ബി എന്ന് പറഞ്ഞ പോയിന്റ്, ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് ആണ്. അപ്പൊ നോക്കി ഇവിടെ നമ്മൾ വെച്ച് നമുക്ക് എന്താണ് ഇതിന്റെ വൈ കോർഡിനേറ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പൊ ഇനിവേ ഇത് എന്ത് ചെയ്യാൻ കുറച്ച് നമുക്ക് കിട്ടണം. അതിനുവേണ്ടി എല്ലാവരും റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ദേ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് നോക്കിയേ പോയിന്റ് 4ന്റെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 1.59 ആണ്. കണ്ടോ, എല്ലാവർക്കും എന്താണ് കൃത്യമായിട്ട് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 1.59 ആണെന്ന് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്കിത് വേണമെങ്കിൽ എന്താണ് ഇതവിടെ മാർക്ക് ചെയ്ത് കാണിക്കാം. അതിനു വേണ്ടി എല്ലാവരും ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് ഇപ്പോൾ നമുക്ക് എന്താണ് അതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നെയിം മാത്രമേ ഉള്ളൂ. നെയിം ആൻഡ് വാല്യൂ കൊടുക്കാം. ഇപ്പൊ നമുക്ക് എന്താണ് ഈ കാണുന്ന പോയിന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ നെയിമും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ആ കാണുന്ന കറസ്പോണ്ടിങ് വാല്യൂവും ലഭിക്കുന്നതാണ്. അതായത് 4 കൊടുത്തു കഴിഞ്ഞാൽ ദി ഫംഗ്ഷൻ വാല്യൂ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 1.59. ഒന്നാമത്തെ ഉത്തരമായി കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ ചെയ്യേണ്ടത് ക്യൂബിക് റൂട്ട് ഓഫ് 6 ഉണ്ട്, ക്യൂബിക് റൂട്ട് ഓഫ് 8 ഉണ്ട്. ക്യൂബിക് റൂട്ട് ഓഫ് 6 പറയുമ്പോൾ എന്താ ചെയ്യേണ്ട മക്കളെ, ഈ കാണുന്ന വാല്യൂ 6 ആക്കി മാറ്റാം. 6 ദാറ്റ്സ് ഓൾ എൻ്റർ ചെയ്യാം. ആ സമയത്ത് ഫംഗ്ഷൻ വാല്യൂ നോക്കിയേ 6,1.82 വൈ കോർഡിനേറ്റ് 1.82 അതാണ് ക്യൂബിക് റൂട്ട് ഓഫ് 6ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.82. നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യൂബിക് റൂട്ട് ഓഫ് 8 ആണ്. നമുക്ക് നോക്കാം. ക്യൂബ് റൂട്ട് ഓഫ് 8 കൊടുത്തു. എന്താ കുറച്ച് നിങ്ങൾ നോക്കി ക്യൂബ് റൂട്ട് ഓഫ് 8 ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് 8ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് നേരത്തെ നമുക്ക് എന്താണ് നമ്മുടെ ജിയോജിബ്രയിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമ്മൾ ക്വസ്റ്റ്യൻ 3ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ 3 യൂസിങ് അബവ് അപ്ലൈറ്റ് ആൻസർ ഓൺലി 1 ക്വസ്റ്റ്യൻ. ഇതിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അത് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. റൈറ്റ് ദി മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് സൈൻ 5.5 ആൻഡ് ഇറ്റ്സ് വാല്യൂ. എനിക്കിവിടെ ചോദ്യം മാറി. ഇത്ര നേരം എന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആരായിരുന്നു? x⁻³ ആയിരുന്നു. ഇപ്പോൾ എന്റെ ഫംഗ്ഷൻ മാറി ആരെ സൈനിലേക്ക് വരുന്നു. സൈൻ 5.5ന്റെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. എങ്ങനെയാണ് സൈൻ 5.5 കണ്ടുപിടിക്കുക? അതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫംഗ്ഷനാണ് മാറേണ്ടത്. അപ്പൊ ഓടിപ്പോയിട്ട് നമുക്കുള്ള ഫംഗ്ഷന്റെ ഇൻപുട്ട് ബോക്സ് ഉണ്ടല്ലോ, അതിൽ പോയിട്ട് നമ്മൾ ആവശ്യമുള്ള സൈൻ എക്സ് അടിച്ചു വെക്കാം. സൈൻ എക്സ് ഫംഗ്ഷൻ എൻറ്റയർലി മാറി വന്നു. കണ്ടോ, സൈൻ എക്സിന്റെ ഗ്രാഫ് വന്നു. നമുക്ക് സൈൻ എക്സിന്റെ അറ്റ് x = 5.5 എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താണ് സൈനിന്റെ വാല്യൂ? ഇതാണ് ചോദ്യമായിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ എന്ത് ചെയ്യുന്നു മക്കളെ, ഇവിടെ വാല്യൂ ഉണ്ടല്ലോ, ഇൻപുട്ട് ബോക്സ് ഉണ്ട് വാല്യൂവിന്റെ, അവിടെ പോയിട്ട് നമ്മൾ എന്താ 5.5 കൊടുത്തു. 5.5 എൻ്റർ കൊടുത്തു. ആ കാണുന്ന പോയിന്റ് കൊടുക്കുമ്പോൾ എനിക്ക് കറസ്പോണ്ടിങ്ങിലി ഒരു y വാല്യൂ വരുന്നുണ്ട്. ഈ കാണുന്ന y വാല്യൂ ആണ് നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സൈൻ 5.5 ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 0.71 -0.71. ഇതാണ് മക്കളെ സൈൻ 5.5 എന്ന് പറയുന്നത്. നമുക്ക് നേരെ തന്നെ അടുത്ത സൈനിന്റെ വാല്യൂ നോക്കാം. അവരെന്താ സൈൻ 7.7 ആണ് കാണാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താ അവിടെ ചോദിക്കുന്നുണ്ട്, റൈറ്റ് ദി മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് സൈൻ 7.7. മെത്തേഡ് കൃത്യമായിട്ട് എന്താ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഉത്തരങ്ങളുടെ ക്ലാസ്സിൽ കൃത്യമായിട്ട് എന്താ നിങ്ങൾ ഏത് മെത്തേഡാണ് ചെയ്യുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ഫംഗ്ഷനെ മാറ്റി. അപ്പോൾ ചേഞ്ച് ദി ഫംഗ്ഷൻ f of x ആസ് sin x. അത് മാറ്റം വരുത്തിയ. പിന്നെന്താ ഇവിടെ പോയിന്റ് 7.7 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ടേക്ക് a ആസ് 7.7. ഓക്കെ, അപ്പോൾ a 7.7 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം a കൊടുക്കുമ്പോൾ 7.7 കൊടുക്കുക. ഇതാ ഈ കാണുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, 7.7 കൊടുത്തു. 7.7. ആ സമയത്തുള്ള ഫംഗ്ഷൻ വാല്യൂ ആരാണെന്ന് നോക്കാം. ആ സമയത്ത് ഫംഗ്ഷൻ വാല്യൂ ആരാ മക്കളെ, 0.9. അതായത് ആ കാണുന്ന ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ y കോർഡിനേറ്റ് ആരാണോ അതാണ് ഫംഗ്ഷൻ വാല്യൂ. അപ്പൊ നമ്മൾ എന്താ, ടേക്ക് y കോർഡിനേറ്റ് ഓഫ് ബി which gives the function value of sine at the point 7.7. ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്താണ് കൃത്യമായിട്ട് എഴുതി വെക്കുക. ആൻഡ് ദി വാല്യൂ ഈസ് നത്തിങ് ബട്ട് 0.99. ഇതാണ് എല്ലാവരും കൃത്യമായിട്ട് കൺക്ലൂഷൻ ആയിട്ട് എഴുതി വെക്കേണ്ടത്. ഇങ്ങനെ നിർബന്ധമായിട്ടും എഴുതണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ കാണുന്ന ഭാഗത്തുള്ള 3 മാർക്കും ലഭിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ അടുത്തേക്ക് പോകുന്നു. സൈൻ 9.9 എന്ന് പറയുന്നത് നമുക്ക് നമുക്കളെ എക്സിന് പകരം ഇതാ വാല്യൂ 9.9 ആക്കി മാറ്റി. ആ സമയത്ത് ഫംഗ്ഷൻ വാല്യൂ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 0.46. ഇത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും എല്ലാവർക്കും. 0.46 ആണ് നമുക്ക് ഇതിന്റെ വാല്യൂ ആയിട്ട് വരുന്നത്. 0.46. ദാറ്റ്സ് ഓൾ. ഇത്ര മാത്രമാണ് 2023 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒന്നാമത്തെ ചോദ്യമായിട്ടുള്ള ലാബ് 1 വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
എല്ലാവർക്കും കൃത്യമായിട്ട് ഈ കാണുന്ന ചോദ്യം മനസ്സിലായി വിശ്വസിക്കുന്നു ഞാൻ. ഇങ്ങനെയാണ് മക്കളെ ലാബ് എല്ലാവരും ആൻസർ ചെയ്യേണ്ടത്. കൃത്യമായിട്ട് എല്ലാ സ്റ്റെപ്സും ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റെപ്സും നമുക്ക് എന്താണ് ചോദ്യ പേപ്പറിലുണ്ടാവും. വായിച്ചു നോക്കുക, അതേപടി ചെയ്യുക. ചെറിയ ലോജിക് മാത്രം മതി ലാബ് എക്സാമിൽ ഫുൾ മാർക്ക് നേടാൻ വേണ്ടി. മറ്റൊരു വീഡിയോയിൽ പിന്നീട് നോട്ടാം. ടിൽ ബൈ ഓൾ. താങ്ക് യു ഓൾ. സൈനിങ് ഓഫ് അഫ്നാസ് AK ഫ്രം Xylem Learning.